ഈ നെയ്യാറിൻ്റെ പുട്ടുകല്ലെന്ന് പറയുന്നത് അതായത് അമ്പൂരിക്കടുത്താണ്. ഒരു ആളിനെ രാവിലെ ഒരു 6-6:15 മണിയോടുകൂടി ഇദ്ദേഹം ഈ കടവിൽ പല്ലുവെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചീങ്കണ്ണിൻ്റെ കടിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇത് എവിടെയും കടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും, അവിടെ പിന്നെ വിടൂല. വള്ളത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 5 റൗണ്ടെങ്കിലും ഓടി ചെയ്തു. കറക്റ്റ് എയിം എടുക്കാനും ഇങ്ങനെ തല പൊങ്ങി, ചീങ്കണ്ണിയുടെ തലഭാഗം പൊങ്ങി ഞാൻ വെടിവെച്ചു. പിന്നെ അതിനകത്ത് ചീങ്കണ്ണി ഉണ്ട്, പിന്നെ ഒരുപാടായിരുന്നു. പക്ഷെ പിടിക്കാൻ ഉത്തരവ് കൊടുത്തു. അങ്ങനെ ഉത്തരവ് കൊടുത്ത് 4500-5000 രൂപ ഒരു ചീങ്കണ്ണി പിടിക്കുക, ചൂണ്ടയിട്ട് പിടിക്കുക. ചൂണ്ടയിൽ പട്ടി ഇറച്ചി എന്തൊക്കെ കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ടേസ്റ്റാണ് പട്ടി ഇറച്ചി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പിടിച്ചത്. ഒരു കുറ്റാന്വേഷണത്തിന്റെ പരിസമാപ്തി അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ പല കേസുകളിലും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട കേരള പോലീസിൽ SI ആയി വിരമിച്ച രാജയ്യൻ സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത് ഏറ്റവും അധികം ഒരു കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു നരഭോജി ചീങ്കണ്ണിയെ വെടിവെച്ച് കൊല്ലാനുള്ള നിയോഗം സാറിലായിരുന്നു 2001. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. 2001 ഞാൻ തിരുവനന്തപുരം റൂറൽ എയറിലെ കോൺസ്റ്റബിളായിരുന്നു. ഞാൻ 1993 പോലീസ് കോൺസ്റ്റബിളായിട്ട് SAPയിൽ കയറിയ ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ജില്ലാ ആംഡ് റിസർവിൽ വന്ന് ജോലി ചെയ്ത് വരുമ്പോഴാണ് 2001 നെയ്യാറ്റിൻകര എയർ ക്യാമ്പ്, റൂറൽ എയർ ക്യാമ്പ് നെയ്യാറ്റിൻകരയായിരുന്നു. അവിടെ ജോലി ചെയ്ത സമയത്ത് ഈ ഓഗസ്റ്റ് 16 ഞങ്ങൾ അവിടെ എമർജൻസി ആയിട്ട് ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പോൾ 16 ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് ബീഗിളിൽ നിന്ന് എമർജൻസി കോള്. ഈ എമർജൻസി ആയിട്ട് ക്യാമ്പിൽ പോലീസ് റിസർവായിട്ട് ഇട്ടേക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ജില്ലയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പോലീസിൻ്റെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ, പോലീസ് ആക്ഷൻ്റെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് അവിടെ സപ്ലൈ ചെയ്യുക ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ്. സാഹചര്യം നേരിടുന്നതിനാണ് നമ്മളാണ് വിളിക്കുന്നത്. അങ്ങനെ ഒന്ന് ഒരു 8:30 മണിയോടുകൂടി ക്യാമ്പിൽ എമർജൻസി കോൾ അടിക്കുന്നു, ബീഗിളടിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായി. ബീഗിളടിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വരണമെന്നാണ്, പ്രസൻറ്റ് ഫോണിലാവണം. അങ്ങനെ ഫോണിലായപ്പം പറഞ്ഞു പെട്ടെന്ന് 20 പേർ റെഡി ആവണം. അവർ 10 പേര് ലാത്തിയും 10 പേര് തോക്ക് കൊടുത്ത് റെഡിയായി നെയ്യാർ ഡാമിൽ പോകണം. അവിടെ ഹർത്താലാണ്, ഒരു ആളിനെ ചീങ്കണ്ണി കടിച്ചെടുത്തുകൊണ്ട് പോയി. അങ്ങനെ ജനങ്ങൾ ഹർത്താലും അവിടെ എത്രയും പെട്ടെന്ന് അടിയന്തര സാഹചര്യത്തിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനുൾപ്പെടെ 20 പേര് വാഹനത്തിൽ കയറി. ഞങ്ങളെ അന്ന് SI ഒരു ശശികുമാർ സാറാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പോയിട്ട് ഏകദേശം ഒരു 9-9:15 നെയ്യാർ ഡാം SHO മുമ്പാകെ ഞങ്ങൾ ഹാജരായി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹാജരായപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഈ SHO മുമ്പ് ഹാജരായപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞൊരു ബോട്ടിൽ കയറാൻ പറഞ്ഞു. ഞങ്ങളുടെ ഈ തോക്കുള്ള 5 പേരുടെ ബോട്ടിൽ കയറാൻ പറഞ്ഞു. ഈ നെയ്യാറിൻ്റെ പുട്ടുകല്ലെന്ന് പറയുന്നത് അതായത് അമ്പൂരിക്കടുത്താണ്. പുട്ടുകല്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആളിനെ രാവിലെ ഒരു 6 മണിയോടുകൂടി ഇദ്ദേഹം അവിടെ കുളിച്ച് പല്ല് തേച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഈ കടവിൽ പല്ല് തേച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചീങ്കണ്ണിൻ്റെ കടിച്ചെടുത്തുകൊണ്ട് പോയി. വെള്ളത്തിനകത്ത് ഇവിടെ ഈ സാധാരണ ചീങ്കണ്ണി ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന അതെ, അവിടെ ചീങ്കണ്ണി ആക്രമണം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ചീങ്കണ്ണി, അതുകൊണ്ടാണ് ജനങ്ങൾ വയലൻ്റ് ആയത്. അടിച്ചെടുത്തുകൊണ്ട് പോയി. ഈ മകളും ഇദ്ദേഹം കൂടെ നിന്ന് ഈ കുളിച്ച് പല്ല് തേച്ച് നിന്ന സമയത്താണ് ഇദ്ദേഹം കടിച്ചെടുത്തുകൊണ്ട് മകൾ കാണുകയും അലമുറയിട്ട് വിളിക്കുന്നു. മകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഈ വെള്ളത്തിൽ കൊണ്ടുപോയി ആളിനെയും കാണുന്നില്ല, ചീങ്കണ്ണിയും കാണാനില്ല. ഈ ഒരു മനുഷ്യനെയൊക്കെ വലിച്ചിഴക്കാനുള്ള പിന്നെ വലിയ ഭയങ്കര ശക്തിയുള്ളതാണ്. അത് കടിച്ചെടുത്ത് വെള്ളത്തിൽ പ്രത്യേകിച്ച് അതിന് ശക്തി കൂടുതലാണ്. അപ്പോൾ അപ്രകാരം കൊണ്ടുപോയ സമയത്താണ് അപ്പോൾ ജനങ്ങൾ ഇതിനെതിരെ ഹർത്താലാണ്. അതിന് കാരണം കൂടെ ഉണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഫെബ്രുവരി മാസത്തിലും ഇപ്രകാരം ഒരാളിനെ കടിച്ചെടുത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവമുണ്ട്. അത് രാജമ്മ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. അപ്പോൾ അതിനുശേഷം സർക്കാരുകൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നായിരുന്നു ഈ പ്രതിഷേധത്തിന് കാരണം, നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. അപ്രകാരം അവർ ഹർത്താൽ ആചരിക്കുകയും ഇതിനെ പിടിക്കണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകണം, ഇതായിരുന്നു അവരുടെ ആവശ്യം കൊണ്ട് ഹർത്താൽ ആചരിച്ചത്. അപ്പോൾ ഞങ്ങൾ വള്ളത്തിൽ കയറി 5 പേരെ ഈ തടാകത്തിന് ചുറ്റും ഞങ്ങൾ 5 പേരെയും കൊണ്ട് റൗണ്ട് ചെയ്ത് നടത്തി. അപ്പോൾ വെള്ളത്തിന് ചുറ്റും തടാകത്തിൻ്റെ മേൽക്കര ഭാഗത്ത്. അപ്പോൾ അതിന് ചുറ്റും മുകളിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഭാഗത്താണ് ഇത് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഞാൻ വളരെ ജാഗ്രത, വള്ളത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 5 റൗണ്ടെങ്കിലും ലോഡ് ചെയ്തു, തോക്കിൽ റൗണ്ട് ലോഡ് ചെയ്തു. അപ്പോൾ ലോഡ് ചെയ്ത് ആരുടെയും ചോദിച്ചില്ല. കാരണം പോണ പോക്കിലാണ് വെള്ളത്തിൽ വെച്ച് കാണണമെങ്കിൽ വെടിവെക്കണ്ടേ എന്ന രീതിയിലാണ് ഞാൻ. അല്ലെങ്കിൽ ലോഡ് ചെയ്യാതെയാണ് ലോഡ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ അങ്ങനെ ചെയ്തു, വെറുതെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് പിന്നെ പറയാം, എൻ്റെ പ്രൊസീജിയർ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ നിന്നിട്ട് ഏകദേശം ഒരു 12-1 മണിയായപ്പോഴൊക്കെ നമ്മൾ വളരെ ടയേർഡായപ്പോൾ DSPയുടെ കീഴിലായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ വണ്ടി എടുത്തുകൊണ്ട്, എൻ്റെ ജീപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോയി കുറച്ച് ബ്രെഡോ പഴമോ വാങ്ങിച്ചുകൊണ്ടാൻ പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ എൻ്റെ കൂടെ ഗ്രൂപ്പിലുള്ള രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ തോക്കവിടെ വെച്ചിട്ട് ഈ ജീപ്പ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കണം, എപ്പോഴെങ്കിലും വെടിയിക്കണം, കിട്ടിയൊരു അവസരം കിട്ടിയാൽ വെടിവെക്കണം എന്ന് വെടിവെക്കാനുള്ള അനുമതിയൊക്കെ കിട്ടിയിരുന്നു. ഇല്ല, അതൊന്നും കിട്ടിയില്ല. അപ്പോഴും അങ്ങനെയൊന്നും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇത്രയും സാഹചര്യമേ ഉള്ളൂ, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴൊരു നമ്മൾ എക്കോ ടൂറിസംകാർ നമ്മളോടൊപ്പം അതുപോലെ ഇതിനെ ചീങ്കണ്ണി പിടിക്കുന്നതിന് വേണ്ടിയുള്ള എഫർട്ടിൽ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് ഈ എക്കോ ടൂറിസത്തിലെ പ്രവർത്തകർ. അപ്പോൾ അതിലൊരാൾ ഒരു വലയെടുത്ത് ഈ ഡാമിന് ഈ തടാകത്തിന് കുറുകെ വലിച്ചു കെട്ടി അങ്ങനെ ഇരിക്കുകയാണ്. അവർ വലിച്ചു കെട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ചീങ്കണ്ണി ഇത് മറികടന്ന് പോകരുത്, ഈ വലയിൽ തങ്ങി അങ്ങോട്ട് പോയാലും വലയിൽ തങ്ങി നിൽക്കണം, അതിനങ്ങോട്ട് പോകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് കെട്ടിയത്. എന്തായാലും ഈ ഒരു 2-2:15 മണിയാവും. അപ്പോൾ ഈ ചീങ്കണ്ണി ഈ വല ഒന്ന് അനങ്ങി. അപ്പോൾ ആളുകളൊക്കെ ഒന്ന് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഈ അനങ്ങിയ ഭാഗത്താണ് ഞാൻ എയിം എടുത്ത സമയത്ത് തന്നെ ഇങ്ങനെ എടുത്ത് നിൽക്കാൻ തന്നെ ഞാൻ കിട്ടിയില്ലെങ്കിൽ വാലഭാഗം അവിടെ തന്നെ അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് എയിം എടുക്കാനും ഇങ്ങനെ തല പൊങ്ങി, ചീങ്കണ്ണിയുടെ തലഭാഗം പൊങ്ങി ഞാൻ വെടിവെച്ചു. പക്ഷേ വെടി കൊണ്ടുവന്ന് മനസ്സിലായി. പക്ഷേ അത് ചീങ്കണ്ണിയുടെ ദേഹത്ത് കൊണ്ടുവന്നോ അല്ലെങ്കിൽ അത് ചാവുമെന്നുള്ള ചിന്തയില്ല. എന്നാലും വെടി കൊണ്ടു എന്ന് മനസ്സിലായി. അല്പം കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ ബ്ലഡ് വെള്ളത്തിൽ പകരുകയും ഇവ മലനിൽക്കുകയും ചെയ്തു. അപ്പോൾ ഓക്കെ, കൊണ്ടുവന്നും ചത്തു എന്ന് മനസ്സിലായി. ആളുകളൊക്കെ കൂക്കി വിളിച്ച് ഭയങ്കരമായിട്ട് ആർത്ത് വിളിച്ച് വളരെ ആഹ്ലാദം കൊണ്ട് ഈ സമയത്ത് എക്കോ ടൂറിസം ഈ ആൾ തന്നെ ഒരു വള്ളത്തിൽ വന്ന് ഈ വലയുടെ ഒരു അറ്റം അഴിച്ച് ഈ ചീങ്കണ്ണി അതിൽ ചുറ്റി കെട്ടി വള്ളത്തിൽ കയറ്റി. അപ്പോൾ ആളുകൾ പറഞ്ഞില്ല, സാറിനെയും കൂടെ അതിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂടെ അതിൽ കയറ്റാൻ അദ്ദേഹം നിർബന്ധനായി. കരയിലെത്തിച്ചപ്പോൾ ആളെല്ലാം കൂടെ എന്നെ എടുത്ത് നിർത്താൻ ഒക്കെ ചെയ്ത സംഭവം. അപ്പോൾ അതിൽ ഈ നേരത്തെ ചോദിച്ചല്ലോ ഫയറിംഗ് ഓർഡർ ഉണ്ടോയെന്ന്. ഈ ഫയറിംഗ് ഓർഡർ സ്പെസിഫിക്കായിട്ട് ഫയറിംഗ് ഓർഡർ ഇല്ലാതെ ഒരു പോലീസുകാരനും തോക്കെടുത്ത് വെടിവെക്കാൻ നിയമപരമായിട്ട് അവകാശമില്ല, അല്ലെങ്കിൽ അധികാരമില്ല. അങ്ങനെ അധികാരം കിട്ടണമെങ്കിൽ ഒരു വേറെ സാഹചര്യത്തിൽ ചെയ്യാം. നമ്മളെ ജീവന് ഭീഷണിയുണ്ട്, എൻ്റെ ആ പ്രവൃത്തി കൊണ്ട് എൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്ക് വരികയാണെങ്കിൽ അത് തരണം ചെയ്യുന്നതിന് വേണ്ടി സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫെൻസ് എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിന് ചെയ്യാം. പക്ഷേ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെ ആയിരിക്കും, ഞാൻ ചെയ്യുന്ന ആളെ. അത് ഏതൊരു വ്യക്തിക്കും ഉണ്ട്, ആ പ്രൈവറ്റ് ഡിഫെൻസ് ഏതൊരു വ്യക്തിക്കും ഉണ്ട്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമല്ല, ഏതൊരു സിവിലിയൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം വരുന്നില്ല, എൻ്റെ ജീവന ഭീഷണി വരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ അവിടെ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചത് ഇപ്രകാരം ഈ കടിച്ചെടുത്തുകൊണ്ട് പോയ ആ വ്യക്തി എൻ്റെ ബന്ധുവോ സുഹൃത്തോ ആണെങ്കിൽ എൻ്റെ വികാരം എന്തായിരിക്കും. ഇത് ഈ വെടിവെക്കാൻ അല്ലെങ്കിൽ അതിനെ പിടിക്കാൻ ഇപ്പോൾ അവസരമുള്ള ഏക വ്യക്തികൾ ഞങ്ങൾ ഈ 5 പേരിൽ ആരെങ്കിലുമാണ്, ഞങ്ങൾ 5 പേരുമാണ്. ഈ 5 പേർ ഞങ്ങളിത് ഉപയോഗിച്ചില്ലെങ്കിൽ ആരും ഉപയോഗിക്കും എന്നൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞാൻ വെടിവെക്കാൻ പ്രേരിതനായത്. എന്തായാലും അത് സക്സസ് ആയി, എൻ്റെ നല്ല സമയത്തിന് അത് കൊള്ളുകയും. അല്ല, ഇതുപോലെ തന്നെ ഈ 2001 കാലഘട്ടമെങ്കിലും ഒരു വന്യജീവിയാണ് ചീങ്കണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലുമ്പോൾ അതിന് പല പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നേരിട്ടിരുന്നു? അതെ, എന്നിട്ട് കേസെടുത്തു. കാരണം ഫോറസ്റ്റുകാർ അതിന് കേസെടുക്കേണ്ടുന്ന ഒരു കേസെടുത്തു. കാരണം എനിക്ക് ഉത്തരവില്ലാതെ കല്ല് ചെയ്തത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നീട് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു ഒപ്പിട്ട് ഒരു പേപ്പർ തരിക ചെയ്തു, എൻ്റെ കയ്യിൽ കൊണ്ട് തരിക ചെയ്തു. അത് നേരിട്ടല്ല, എൻ്റെ SI മുഖാന്തരം എനിക്ക് പിന്നീട് തോന്നുന്നു. പക്ഷേ അതിലൊരു വാല്യൂ ഇല്ല, അതിലൊന്നും വേറൊന്നും ഉത്തരവായിട്ടോ വേറൊന്നും പറയുന്നില്ല. പേപ്പറിലത് ഒരു ഒപ്പിട്ട് ഒരു പേപ്പർ എൻ്റെ തന്നു, അത് ഒരു പ്രൊസീജിയറിൻ്റെ വെറുതെ. പക്ഷേ ഗവൺമെൻറ്റും നാട്ടുകാരും ഒക്കെ അതിന് പിടിക്കണമെന്നും അതെൻ്റെ പ്രവൃത്തിയെ സാധൂകരിക്കുന്ന നിലപാടെടുത്തതുകൊണ്ടാണ് ഞാനത് കേസിലേക്ക് മറ്റു നടപടിയിലേക്ക് പിന്നീട് കൂടുതൽ എനിക്ക് പോകേണ്ടി വന്നില്ല. എന്തായാലും 3 മാസം കഴിഞ്ഞപ്പോൾ കേസ് തീർത്തു. പിന്നീട് ഈ നെയ്യാർ ഡാമിൽ ചീങ്കണ്ണി ശൈലി അല്ല, ഇതിനെ തുടർന്ന് പിന്നെ ഗവൺമെൻറ് തന്നെ ഇതിനെ പിടിക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്തു. പിന്നെ അതിനകത്ത് ചീങ്കണ്ണി ഉണ്ട്, പിന്നെ ഉത്തരവുണ്ടായിരുന്നു. പക്ഷെ പിടിക്കാൻ ഉത്തരവ് കൊടുത്തു. അങ്ങനെ ഉത്തരവ് കൊടുത്ത് 4500-5000 രൂപ ഒരു ചീങ്കണ്ണി പിടിക്കുന്നതിന് ഗ്രാൻറ്റ് കൊടുത്തു. അങ്ങനെ ആളുകൾ കുറേ പിടിച്ചു. അതിൻ്റെ മറവിൽ അതിനുള്ള എല്ലാം പിടിച്ചു എന്നാണ് തോന്നുന്നത്. അതിനുശേഷം അവിടെ ഒരു ആക്രമണമായിട്ട് പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഇത് 4500 രൂപ സർക്കാർ കൊടുക്കും. 2001-ലാണ് 4500-5000 പക്ഷേ അതിന് ഇത് അവിടെ വരാൻ കാര്യം എന്ന് പറയുന്നത് അവിടെ ചീങ്കണ്ണി പാർക്കുണ്ട്. ഈ പാർക്ക് സർക്കാർ ഇതിന് ആഹാരം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഇത് പെരുകി വന്നപ്പോഴേ സർക്കാരിനെ തുറന്നു വിട്ടു ഈ ഡാമിൽ. അത് തുറന്നു വിട്ടത് എന്ന് പറയുന്നതിന് അതിലെ ഈ വനം കൊള്ളയുണ്ട്, വനത്തിൽ തടി മോഷണമുണ്ട്. അപ്പോൾ ഇതിലെയാണ് വള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം തടയുക എന്നുള്ള ലക്ഷ്യം കൂടിയായിരുന്നു ഇത് തുറന്നു വിട്ടത്. അതായത് വനത്തിൽ നിന്ന് മരം മുറിച്ച് ഈ ഡാം വഴി കടന്ന ആളുകളെ പ്രതിരോധിക്കുക. ചീങ്കണ്ണി ഉണ്ടെങ്കിൽ കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. അത് പണ്ട് നമ്മളെ കെ കരുണാകരൻ മിനിസ്റ്റർ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന KP നൂറുദ്ദീൻ അദ്ദേഹമാണ് ഉത്തരവ് കൊടുത്തതൊക്കെ.
അപ്പോൾ അത് വാർത്തകളിൽ നിന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് 85-90 കാലഘട്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഈ സാഹചര്യം വന്നത്. പക്ഷെ അത് നേരെ റിവേഴ്സായി, ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന രീതിയിലേക്ക് ആ ഒരു നല്ല ഉദ്ദേശത്തോട് തുറന്നു വിട്ടതാണ്, പക്ഷേ അത് വിപരീത ഫലം ചെയ്തു, ജനങ്ങൾക്ക് ഭീഷണിയായി. അതിന് പക്ഷേ 2001 ഫെബ്രുവരി തന്നെ ഒരു രാജമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ കടിച്ചെടുത്തുകൊണ്ട് അവർ ഇടയായി. ഭക്ഷിക്കുമല്ലേ ഇത്? അത് ഭക്ഷിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇത്ര രോഷമായത്. അപ്പോൾ ആ സംഭവം തൊട്ടടുത്ത 4 മാസം മുമ്പ് അടുത്ത സംഭവം വരുന്നു. അപ്പോൾ ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ജനങ്ങൾ അവിടെ ഹർത്താൽ ആചരിക്കുകയും ഇപ്രകാരം വളരെ പ്രതിഷേധമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ഈ സർക്കാർ ഈ 4500-5000 രൂപ ഗ്രാൻഡ് കൊടുക്കുമ്പോൾ ഈ നാട്ടുകാരെങ്ങനെയാണ് ഇതിനെ പിടിച്ചുകൊണ്ടിരുന്നത്? അവർ ഈ ചൂണ്ടയിട്ട്, അവർക്ക് അറിയാം, ഇത് പിടിക്കുന്ന ടെക്നിക്ക് അറിയാം. ചൂണ്ടയിട്ട് രീതിയിലാണ് പിടിക്കുന്നത്. വളരെ സ്ട്രെയിനാണ് പിടിക്കാൻ. പക്ഷെ എന്തായാലും കുറേ പിടിച്ചവർ ചൂണ്ടയിട്ട് പിടിക്കാൻ. ചൂണ്ടയിൽ പട്ടി ഇറച്ചി എന്തൊക്കെ കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ടേസ്റ്റാണ് പട്ടി ഇറച്ചി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് പിടിച്ചത്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ടെക്നിക്ക് എനിക്കറിയില്ല. എന്തായാലും ആളുകൾ പിടിച്ചു, ഒത്തിരി പിടിച്ചു. അതിനുശേഷം പിന്നെ ആരെയും ഇത് കൊണ്ടുപോയിട്ട് പറഞ്ഞു കേട്ടിട്ട്, പിടിച്ചതായിട്ട് പറഞ്ഞു കേട്ടില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ലാൻഡ് സ്ലൈഡിങ് 2002 അവസാനം 2002 അമ്പൂരിയിൽ ഒരു വീട് ഒലിച്ചു പോയി. ഇതുപോലെ ഈ ഉരുൾപൊട്ടലിൽ ഒരു വീട്ടിൽ 42 ആൾക്കാർ, അവർ ബന്ധുക്കളെല്ലാം കൂടി ആ വീട്ടിൽ വന്ന് കൂടി. ഒരു 42 ആൾക്കാർ ആ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് അന്ന് ദിവസം അവരുടെ ഒരു ബന്ധുവിൻ്റെ ഒരു കുടുംബ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ടാണ് അവരെല്ലാം വന്നത്. അപ്പോൾ ആ ഒരു ഉരുൾപൊട്ടൽ അന്ന് വരികയും, ഇതൊരു മലയുടെ ചരിവിലായിരുന്നു ഈ വീട്. ഈ മല മോളിൽ നിന്ന് മണ്ണ് വന്ന് ഒലിച്ച് ഈ വീട് ഒക്കെ ഒലിച്ചെടുത്തു ആളെല്ലാം കൊണ്ടുപോയി. ഇത്രയും പേര് മരണപ്പെട്ടു, വീട് കാണാനുമില്ല. അപ്പോൾ അന്ന് പെട്ടെന്ന് ഇതുപോലെ എമർജൻസി കോൾ അടിക്കുക. ഞാനൊന്ന് എയർ ക്യാമ്പിലുണ്ട്. ഫസ്റ്റിൽ പോലീസ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ പാർട്ടിയിൽ ഞാനും പോയി. അങ്ങനെ പോയി തുടർന്ന് ഒരു മാസത്തോളം അവിടെ തങ്ങി ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരമൊക്കെ എനിക്കുണ്ടായി. അപ്പോഴവിടെ കുറേ ആളുകളോട്ട് ഇൻട്രാക്ട് ചെയ്യാനും പരിചയപ്പെടാനും അവസരം കിട്ടിയതിൽ പലരുടെയും കൈകൾ കടിച്ചുകൊണ്ട് പോയത്, കൈയുടെ മസിൽ, അതുപോലെ കാലിൻ്റെ ഈ മസിൽ ഭാഗം കടിച്ചുകൊണ്ട് പോയത്, ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളെ എനിക്കവിടെ പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് എവിടെയും കടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും, അവിടെ പിന്നെ വിടില്ല. ഒന്നുകിൽ ആ ഭാഗം മുറിച്ച് കളയുക, അല്ലെങ്കിൽ കടിച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനൊരു കടിച്ചാൽ വിടില്ല, അങ്ങനത്തെ ഒരു സാധനമാണിത്. അങ്ങനെ ആളുകളൊക്കെ എനിക്ക് സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ അവസരം ഉണ്ടാകാം. ഇത് കഴിഞ്ഞ് നെയ്യാർ ഡാമിൽ പിന്നീട് ഇതുവരെ ചീങ്കണ്ണി ശൈലി ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം പിന്നെ ചീങ്കണ്ണിയുണ്ട്. ചീങ്കണ്ണി വെള്ളത്തിൽ ഡാമിലുണ്ടോയെന്ന് ചിലർക്ക് പറയാം, അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് പറയുമെങ്കിലും അങ്ങനെ ഒരു തെളിവ് സഹിതം അല്ലെങ്കിൽ ഒരാളിനെ ആക്രമിക്കുന്ന രീതിയിൽ ഒന്നും പിന്നെ വന്നിട്ടില്ല. ഇതാണ് നെയ്യാർ ഡാമിലെ ചീങ്കണ്ണി വേട്ട. 2001, അതായത് ആഗസ്റ്റ് 16. ഇപ്പോൾ 25 വർഷം പൂർത്തിയായി.